വിശദമായ വാർത്തകളിലേക്ക്. സൗദിയിൽ വിദേശ നിക്ഷേപകരെ സൗദികളെ പോലെ കണക്കാക്കുമെന്ന് മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയം വ്യക്തമാക്കി. വിദേശ നിക്ഷേപങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി. സൗദിയിൽ വിദേശ നിക്ഷേപങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് നിക്ഷേപകർക്കുള്ള ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കുന്നത്. സ്വകാര്യ മേഖലയിലെ വിദേശ നിക്ഷേപകരെ സൗദികളെ പോലെ കണക്കാക്കുമെന്ന് മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയം വ്യക്തമാക്കി. സൗദിവൽക്കരണ പദ്ധതിയായ നിതാഖാത്തിൽ സ്വദേശിവൽക്കരണത്തിന്റെ ശതമാനം കണക്കാക്കുമ്പോൾ വിദേശ നിക്ഷേപകരെ സൗദിയായി പരിഗണിക്കും. ഇതിനു പുറമെ നിതാഖാത്ത് പ്രകാരം സൗദികളായി കണക്കാക്കപ്പെടുന്ന വിദേശികൾ വേറെയുമുണ്ട്. സൗദി വനിതകൾക്ക് വിദേശ ഭർത്താക്കന്മാരിൽ ജനിച്ച മക്കൾ, സൗദി പൗരന്മാരുടെ വിദേശിയായ മാതാവ്, വിദേശിയായ വിധവ എന്നിവർ ഇതിൽപ്പെടും. കുടിയിറക്കപ്പെട്ട ഗോത്രങ്ങളിൽപ്പെട്ടവർ, മറ്റു ഗൾഫ് രാജ്യങ്ങളിലെ പൗരന്മാർ, ഗൾഫിലെ കായിക താരങ്ങൾ എന്നിവരെയും സൗദിവൽക്കരണ പദ്ധതി പ്രകാരം സൗദികളായി പരിഗണിക്കും. സൗദിവൽക്കരണത്തിന്റെ അനുപാതം കണക്കാക്കുമ്പോൾ ചില പ്രവാസികളെ കുറഞ്ഞ അനുപാതത്തിൽ കണക്കാക്കുമെന്നും ഖിവ വ്യക്തമാക്കി. ഈജിപ്ഷ്യൻ പാസ്പോർട്ടുള്ള പലസ്തീനികളെ സാധാരണ വിദേശ തൊഴിലാളിയുടെ 25% എന്ന നിലയിലായിരിക്കും കണക്കാക്കുക. അതായത് ഒരു വിദേശ തൊഴിലാളിയെ ജോലിക്ക് വെക്കുന്നതിന് പകരം 4 പലസ്തീനികളെ ജോലിക്ക് വെക്കാം. ജലീൽ കണമകലം, 24 ജിദ്ദ. യുവാക്കൾക്കിടയിലെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിച്ച 1,60,000 വെബ്സൈറ്റുകളും സോഷ്യൽ മീഡിയ അക്കൌണ്ടുകളും UAE നീക്കം ചെയ്തു. യുവാക്കളെ ലഹരിയിൽ നിന്ന് സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായാണ് നടപടിയെന്ന് UAE മന്ത്രിസഭായോഗം വ്യക്തമാക്കി. UAE കൗൺസിൽ ഫോർ ഡിജിറ്റൽ വെൽബീങ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുമായി സഹകരിച്ചാണ് അക്കൌണ്ടുകൾ നീക്കം ചെയ്തത്. ഓൺലൈനിലെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളെ ചെറുക്കുന്നതിനുള്ള UAE മന്ത്രിസഭയുടെ സുപ്രധാന ചുവടുവയ്പ് കൂടിയാണിത്. വരും തലമുറയെ വിപത്തുകളിൽ നിന്ന് സംരക്ഷിക്കാൻ മുന്നിട്ടിറങ്ങണമെന്ന് ദുബായ് ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം ആഹ്വാനം ചെയ്തു. കുവൈറ്റിൽ മഴ ശക്തി പ്രാപിച്ചു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ റോഡുകളിൽ വെള്ളക്കെട്ട് രൂപപ്പെടുകയും ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടുകയും ചെയ്തു. അഗ്നിരക്ഷാ സേനയുടെയും മരാമത്ത് മന്ത്രാലയത്തിന്റെയും നേതൃത്വത്തിൽ റോഡുകളിൽ വെള്ളക്കെട്ട് നീക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. ഇന്ന് രാത്രിയോടെ മഴ വീണ്ടും ശക്തി പ്രാപിക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. അടിയന്തര സഹായം ആവശ്യമായ ഘട്ടങ്ങളിൽ 112 എന്ന നമ്പറിൽ ബന്ധപ്പെടണമെന്ന് കുവൈറ്റ് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. സൗദിയിലെ ദമാമിൽ നിന്നും കണ്ണൂരിലേക്ക് പറക്കാനൊരുങ്ങി എയർ ഇന്ത്യ എക്സ്പ്രസ്. മെയ് 2 മുതലാണ് സർവീസുകൾ. ആഴ്ചയിൽ 3 സർവീസുകളാണ് ഉണ്ടാവുക. ഏറെ മാസക്കാലത്തെ കാത്തിരിപ്പിനൊടുവിലാണ് ദമാമിൽ നിന്നും കണ്ണൂരിലേക്കുള്ള നേരിട്ടുള്ള സർവീസിന് ഇപ്പോൾ എയർ ഇന്ത്യ എക്സ്പ്രസ് പച്ചക്കൊടി വീശിയിരിക്കുന്നത്. സർവീസ് തുടങ്ങുന്നതാകട്ടെ സ്കൂൾ വെക്കേഷൻ അവധിക്കാലമായതിനാൽ ദമാമിലുള്ള കണ്ണൂർ എയർപോർട്ടിനെ ആശ്രയിക്കുന്ന നിരവധി കുടുംബങ്ങൾക്കും ഏറെ സന്തോഷം പകരുന്നതാണ് ഈ വാർത്ത. നേരത്തെ ദമാമിൽ നിന്നും കണ്ണൂരിലേക്ക് ഗോഫസ്റ്റ് വിമാന സർവീസുകൾ ഉണ്ടായിരുന്നുവെങ്കിലും ഗോഫസ്റ്റിൻ്റെ വിമാന സർവീസുകൾ പൂർണ്ണമായും നിലച്ചതോടെ ദമാമിലെ കണ്ണൂരുകാർക്കും നേരിട്ടുള്ള വിമാന സർവീസ് ഇല്ലാതായി. ഇതോടെ കഴിഞ്ഞ കുറേ മാസങ്ങളായി ഇവർ കോഴിക്കോട്, മംഗലാപുരം വിമാനത്താവളങ്ങളെയാണ് ആശ്രയിച്ചിരുന്നത്. തീർച്ചയായും എയർ ഇന്ത്യയുടെ പുതിയ സർവീസ് ദമാമിൽ നിന്നും കണ്ണൂരിലേക്കുള്ള പ്രവാസികൾക്ക് ഏറ്റവും ആശ്വാസകരമായ വാർത്തയാണ്. കഴിഞ്ഞ വർഷം ഗോ എയർ നിർത്തിവെച്ചതിന് ശേഷം 1 വർഷത്തോളം കാത്തിരിപ്പിന് ശേഷമാണ് ദമാമിൽ നിന്നും കണ്ണൂരിലേക്കുള്ള പ്രവാസികൾക്ക് ഈ ശുഭകരമായ നല്ലൊരു വാർത്ത കേൾക്കാൻ വേണ്ടി പറ്റിയിട്ടുള്ളത്. പ്രത്യേകിച്ച് ഇവിടെയുള്ള സ്കൂൾ വെക്കേഷനും ഏറെ ആശ്വാസം പകരുന്നതാണ് പുതിയ സർവീസ്. അതിനെ കണ്ണൂർ ജില്ലയിലെ പ്രവാസികൾ അതിനെ സ്വാഗതം ചെയ്യുകയാണ്. മെയ് 2 മുതൽ എയർ ഇന്ത്യ എക്സ്പ്രസ് ദമാമിൽ നിന്നും ആഴ്ചയിൽ 3 സർവീസുകളാണ് ആരംഭിക്കുന്നത്. വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങളിൽ രാവിലെ 8:30 ദമാം കിങ് ഫഹദ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് പുറപ്പെട്ട് ഉച്ചയ്ക്ക് 3:45 കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തുന്ന രീതിയിലാണ് സമയം ക്രമീകരിച്ചിരിക്കുന്നത്. മെയ് 2 മുതൽ ആരംഭിക്കുന്ന വിമാന സർവീസിൻ്റെ ടിക്കറ്റ് വിൽപ്പനയും ഇതിനകം ആരംഭിച്ചു. തുടക്കത്തിൽ 500 റിയാലിന് താഴെയാണ് വൺ വേ യാത്ര നിരക്ക്. എന്തായാലും മെയ് 2 മുതൽ നേരിട്ട് കണ്ണൂർ വിമാനത്താവളത്തിലേക്ക് പറക്കാൻ കഴിയുന്നതിലുള്ള സന്തോഷത്തിലാണ് ദമാമിലെ കണ്ണൂരുകാർ. കോഴിക്കോട്ട് ഇറങ്ങി നമ്മുടെ കണ്ണൂരിൽ എത്താന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നു. ഇത്തവണ കണ്ണൂരിലേക്ക് നേരിട്ട് ഇറങ്ങാന്നുള്ള ഒരു സന്തോഷത്തിലാണ്. സുബൈറുദ്ദീനൂർ, 24 ദമാം. ഇപ്പോൾ വരുന്നൊരു വാർത്തയിലേക്കാണ്. തിരുവനന്തപുരം കാട്ടാക്കട അമ്പലത്തിൻകാലയിൽ RSS പ്രവർത്തകന് കുത്തേറ്റു. വിഷ്ണുവിനാണ് കുത്തേറ്റത്. കാഞ്ഞിരവിള ക്ഷേത്രത്തിലെ ഘോഷയാത്ര കടന്നു പോകുന്നതിനിടെയാണ് ആക്രമണമുണ്ടായത്. പ്രദേശത്ത് പോലീസ് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. സലിം മാലിക്കുണ്ട് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങളുമായി. സലിം, എന്താണ് സംഭവിച്ചത്? ഈ ആക്രമണത്തിന് കാരണം എന്താണെന്ന് വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ടോ? അരുണ്യ, അല്പസമയം മാത്രമാണ് ഈ ആക്രമണം നടന്നിട്ട് ആയിട്ടുള്ളത്. ഈ മേഖല സ്ഥിരം സംഘർഷ മേഖലയാണ് എന്നാണ് നാട്ടുകാർ തന്നെ പറയുന്നത്. കാട്ടാക്കട അമ്പലത്തിൻ കാലയിൽ വെച്ചാണ് ഈ
സംഭവം നടക്കുന്നത്. കാഞ്ഞിരവിള ക്ഷേത്രത്തിലെ ഘോഷയാത്ര കടന്നു പോകുന്നതിനിടെയായിരുന്നു അക്രമം ഉണ്ടായത്. അക്രമം ഉണ്ടായ ഉടൻ തന്നെ വിഷ്ണുവിനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പിന്നാലെ ഇപ്പോൾ കാട്ടാക്കടയിലെ സ്വകാര്യ ആശുപത്രിയിലെ എമർജൻസി ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് വിഷ്ണുവിനെ മാറ്റിയിട്ടുണ്ട്. ടൈൽസിന്റെ മൂർച്ചയുള്ള ഭാഗം ഉപയോഗിച്ചാണ് വിഷ്ണുവിനെ കുത്തിയത്. രാഷ്ട്രീയ സംഘർഷമാണോ എന്നുള്ള കാര്യത്തിൽ ഉൾപ്പെടെ വ്യക്തത വരാനുണ്ട്. വ്യക്തിവൈരാഗ്യമാണ് എന്നുള്ള കാര്യവും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഇപ്പോഴെന്തായാലും ഈ പ്രദേശത്ത് പോലീസ് ക്യാമ്പ് ചെയ്യുകയാണ്. അരുണ്യ. സാലി മാലിക്കാണ് വിവരങ്ങൾ നൽകുന്നത്. തിരുവനന്തപുരം കാട്ടാക്കടയിലാണ് യുവാവിന് കുത്തേറ്റത്. RSS പ്രവർത്തകനാണ് പരുക്കേറ്റത്. കാഞ്ഞിരവിള ക്ഷേത്രത്തിലെ ഘോഷയാത്ര നടക്കുന്നതിനിടെയായിരുന്നു ഒരു സംഘർഷം. സ്ഥലത്ത് പോലീസ് ക്യാമ്പ് ചെയ്യുകയാണ്. മറ്റു വാർത്തയിലേക്ക്. കുവൈറ്റിൽ പ്രഖ്യാപിച്ച പൊതുമാപ്പുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ എംബസിയിൽ എമർജൻസി സർട്ടിഫിക്കറ്റിനുള്ള അപേക്ഷകൾ സ്വീകരിച്ചു തുടങ്ങിയതായി അധികൃതർ. ഇത് സംബന്ധിച്ച് ധാരാളം പേർ ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെടുന്നുണ്ട്. എമർജൻസി സർട്ടിഫിക്കറ്റുകളും പാസ്പോർട്ടുകളും അനുവദിക്കാൻ എംബസി മുൻഗണന നൽകി വരികയാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വാട്സ്ആപ്പ് ഹെൽപ്പ് ലൈൻ നമ്പറുകളായ 65501767 65501769 എന്നിവയിൽ ബന്ധപ്പെടാമെന്ന് എംബസി അധികൃതർ അറിയിച്ചു. കേരള സമാജം നൈജീരിയയുടെ 2024-26 വർഷത്തെ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. പ്രസിഡന്റായി ഷീജു പ്രഭാകരനെയും സെക്രട്ടറിയായി സർജു ജോർജിനെയും തെരഞ്ഞെടുത്തു. ബിജു വെള്ളച്ചാലിലാണ് ട്രഷറർ. കൂടാതെ വിവിധ തസ്തികകളിലേക്കുള്ള പ്രതിനിധികളെയും ജനറൽ ബോഡി യോഗം തെരഞ്ഞെടുത്തു. നരേന്ദ്രമോദി സർക്കാരിന്റെ 10 വർഷത്തെ വികസന നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ UAE മൊബൈൽ നമ്പറുകളിലേക്ക് വാട്സ്ആപ്പ് സന്ദേശം. ഇന്ത്യക്കാർക്ക് പുറമെ പാകിസ്ഥാൻ ഉൾപ്പെടെ മറ്റു രാജ്യക്കാർക്കും സന്ദേശമെത്തി. എങ്ങനെ ഇത്തരമൊരു സന്ദേശമെത്തിയെന്നാണ് ആളുകൾ ചിന്തിക്കുന്നത്. വികസിത ഭാരത് സമ്പർക്ക് എന്ന പേരിൽ ഒരു ഇന്ത്യൻ നമ്പറിൽ നിന്നാണ് ഈ ഒരു സന്ദേശം പലർക്കും ലഭിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ ഒപ്പോടുകൂടി PDF ഫോർമാറ്റിലാണ് ഈ ഒരു സന്ദേശം ലഭിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 10 വർഷം നരേന്ദ്രമോദി സർക്കാർ നടപ്പാക്കിയ പദ്ധതികളുടെ പേരുൾപ്പെടെ വ്യക്തമാക്കിയാണ് സന്ദേശം. ആർട്ടിക്കിൾ 370 എടുത്തുകളഞ്ഞത്, GST നടപ്പാക്കിയത് എന്നിവയും സർക്കാർ നടപ്പാക്കിയിട്ടുള്ള ക്ഷേമ പ്രവർത്തനങ്ങളെക്കുറിച്ചും കത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനൊപ്പം ആളുകളോട് നിർദ്ദേശങ്ങൾ സമർപ്പിക്കാനും സന്ദേശത്തിൽ ആവശ്യപ്പെടുന്നുണ്ട്. ഹിന്ദിയിലും ഇംഗ്ലീഷിലുമായാണ് കത്ത് എല്ലാവർക്കും ലഭിക്കുന്നത്. ഇന്ത്യക്കാർക്ക് പുറമെ പാകിസ്ഥാൻ സ്വദേശികൾ ഉൾപ്പെടെ മറ്റു രാജ്യക്കാരായ ചില ആളുകൾക്കും ഈ സന്ദേശം ലഭിച്ചു എന്നതാണ് കൗതുകകരം. ये इंडिया का मैसेज है, जबकि मेरी नेशनलिटी पाकिस्तान है, तो ये मुझे क्यों रिसीव हुआ है उसके मैंने सोचा ये मैंने उसी टाइम उस नंबर को ब्लॉक कर दिया. लेकिन अभी मुझे पता लगा कि ये कुछ इंडिया गवर्नमेंट का कुछ इसका सर्वे चल रहा है. तो ये मैं आपको दिखाता हूँ ये पाकिस्तानी नेशनल को ये लोग क्यों भेज रहे हैं इसलिए. പലരും ആദ്യമൊക്കെ വ്യാജ സന്ദേശമാണെന്ന് കരുതി ഒഴിവാക്കിയെങ്കിലും എല്ലാവർക്കും ഒരുപോലെ സന്ദേശം ലഭിച്ച സാഹചര്യത്തിൽ ശ്രദ്ധിക്കുകയായിരുന്നു. എന്താണെന്നറിയില്ല, എനിക്ക് ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. ഞാൻ ആദ്യം ഫൈക്കെന്ന് വിചാരിച്ചിന്. പക്ഷെ അതിനെ പറ്റിയിട്ട് എനിക്കൊരു ഐഡിയ ഇല്ല എന്താന്ന്. എൻ്റെ ഇതൊരു UAE നമ്പറാണ്. എങ്ങനെ മെസ്സേജ് വന്നതെന്ന് എനിക്കറിയില്ല. UAEയിലുള്ളവർക്ക് UAEയിലെ പേഴ്സണൽ മൊബൈൽ നമ്പറിലേക്ക് എങ്ങനെ ഇന്ത്യയിലെ സർക്കാരുമായി ബന്ധപ്പെട്ട സന്ദേശം വന്നു, തങ്ങളുടെ നമ്പറുകൾ എങ്ങനെ ലഭിച്ചു എന്നുള്ളതാണ് UAEയിലുള്ള ആളുകൾ പരസ്പരം ചോദിക്കുന്നത്. വെരിഫൈഡ് അക്കൗണ്ടിൽ നിന്നാണ് ഈ മെസ്സേജ് എന്നതും ശ്രദ്ധേയമാണ്. എന്തായാലും ഇന്ത്യൻ സർക്കാരിന്റെ നേട്ടങ്ങൾ തന്റെ വാട്സപ്പ് വഴി അറിയാൻ സാധിച്ചതിന്റെ കൗതുകത്തിലാണ് മറ്റു രാജ്യക്കാർ. ദുബായിൽ നിന്നും ശരചെറുകുന്നിനൊപ്പം അരുൺ പാറാട്ട്, 24. തിരികെ വാർത്തയിലേക്ക്. രാജ്യത്തെ മുഴുവൻ സ്വകാര്യ ജീവനക്കാർക്കും ആരോഗ്യ ഇൻഷുറൻസ് നിർബന്ധമാക്കി UAE. അടുത്ത വർഷം ജനുവരി 1 മുതലാണ് ഇൻഷുറൻസ് നിർബന്ധം. വീട്ടുജോലിക്കാർക്ക് ഉൾപ്പെടെ ആരോഗ്യ ഇൻഷുറൻസ് എടുത്തിരിക്കണം. ദുബായ്, അബുദാബി എമിറേറ്റുകളിൽ നിലവിൽ ജീവനക്കാർക്ക് ആരോഗ്യ ഇൻഷുറൻസ് നിർബന്ധമാണ്. ഇത് അടുത്ത വർഷം ആദ്യം മുതൽ എല്ലാ എമിറേറ്റുകളിലേക്കും വ്യാപിപ്പിക്കാനാണ് തീരുമാനം. തൊഴിലുടമകളാണ് ഇൻഷുറൻസ് പ്രീമിയം ഉൾപ്പെടെയുള്ള ചിലവുകൾ വഹിക്കേണ്ടതെന്നും മന്ത്രിസഭായോഗം ചൂണ്ടിക്കാട്ടി. മക്കയിൽ നടന്ന അന്താരാഷ്ട്ര ഇസ്ലാമിക സമ്മേളനം സമാപിച്ചു. മുസ്ലിം വിഭാഗങ്ങൾ തമ്മിൽ സ്നേഹവും സൗഹാർദ്ദവും കാത്തുസൂക്ഷിക്കണമെന്ന സന്ദേശമാണ് സമ്മേളനം നൽകുന്നതെന്ന് സുന്നി നേതാവ് ഡോക്ടർ അബ്ദുൽ ഹക്കീം അസ്ഹരി 24-നോട് പറഞ്ഞു. മുസ്ലിം വേൾഡ് ലീഗിന്റെ ആഭിമുഖ്യത്തിൽ മക്കയിലാണ് അന്താരാഷ്ട്ര ഇസ്ലാമിക സമ്മേളനം നടന്നത്. 2 ദിവസം നീണ്ടുനിന്ന സമ്മേളനത്തിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പണ്ഡിതരും പ്രമുഖ വ്യക്തിത്വങ്ങളും പങ്കെടുത്തു. വ്യത്യസ്ത ആശയാദർശങ്ങൾ നിലനിർത്തുമ്പോൾ തന്നെ മുസ്ലിം വിഭാഗങ്ങൾ തമ്മിൽ സ്നേഹത്തിലും സൗഹാർദ്ദത്തിലും കഴിയണമെന്ന സന്ദേശമാണ് സമ്മേളനം നൽകുന്നതെന്ന് സമ്മേളനത്തിൽ പങ്കെടുത്ത ജാമിയ മർക്കസ് ഡയറക്ടറും സുന്നി യുവജന സംഘം സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ ഡോക്ടർ അബ്ദുൽ ഹക്കീം അസരി പറഞ്ഞു. മക്കയിൽ 24-മായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അഥവാ വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും അസഹിഷ്ണുതയുടെയും അതുമൂലം തീവ്രവാദ നിലപാടുകളുടെയും കാരണമാണ് ഇന്ന് ലോകത്ത് മുസ്ലിങ്ങൾ അഭിമുഖീകരിക്കുന്ന വലിയ പ്രശ്നങ്ങൾ. പാലസ്തീൻ പോലെയുള്ള പ്രശ്നങ്ങൾ മുന്നിലുള്ള സമയത്ത്
അത്തരം വിഷയങ്ങളുടെ പേരിൽ മുസ്ലിം രാഷ്ട്രങ്ങളും മറ്റും അകന്നു നിൽക്കുന്നത് സമാധാനത്തിന് വലിയ തടസ്സമാകുമെന്നും അപ്പോൾ ആദർശപരമായ ആ നിലപാടുകൾ ഒരിക്കലും തന്നെ സമാധാനത്തിനും സൗഹാർദ്ദത്തിനും ഭംഗമാകരുത് എന്ന കാര്യമാണ് എല്ലാവരും ഊന്നി പറഞ്ഞിട്ടുള്ളത്. പലസ്തീൻ പോലുള്ള പ്രശ്നങ്ങൾ മുന്നിലുള്ളപ്പോൾ സമുദായം അകന്നു നിൽക്കുന്നത് സമാധാനത്തിന് തടസ്സമാണെന്നും സമ്മേളനത്തിൽ സംസാരിച്ചവർ പറഞ്ഞു. സുന്നി ഷിയ വിഭാഗങ്ങളുടെ പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഐക്യത്തിന്റെയും സാഹോദര്യത്തിന്റെയും പാതയിലൂടെ സഞ്ചരിക്കുകയും ലോകരാജ്യങ്ങളിൽ അതിന് സാഹചര്യമൊരുക്കുകയും ചെയ്യുന്ന സൗദി ഭരണാധികാരികൾക്ക് ഹക്കീം അസരി നന്ദി പറഞ്ഞു. മക്കയിൽ നിന്നും ജലീൽ കണമക്കലം, 24. UAE ഇഫ്താർ സമയം അറിയിക്കാൻ മുഴങ്ങുന്ന പീരങ്കി വെടി കൗതുക കാഴ്ചയാണ്. പൈതൃകത്തെ ചേർത്ത് പിടിക്കുന്ന UAE ഇത്തവണ 7 ഇടങ്ങളിലാണ് പീരങ്കികൾ സജ്ജീകരിച്ചത്. ദുബായിൽ നിന്ന് അരുൺ പാറാട്ട തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ബാങ്ക് വിളിക്കാനും ബാങ്ക് വിളിക്കുന്നത് അറിയിക്കാനും ഇന്നത്തെ പോലെ ആധുനിക ഉപകരണങ്ങൾ ഒന്നുമില്ലാതിരുന്ന കാലം. ചുറ്റും മരുഭൂമി മാത്രമായിരുന്ന ഒരു പ്രദേശം. ഈ മരുഭൂമിയിലൂടെ കിലോമീറ്ററുകൾ ഒട്ടകപ്പുറത്തേറി സഞ്ചരിക്കുന്ന കച്ചവട സംഘങ്ങളെ ഇഫ്താർ സമയം അറിയിക്കാനുള്ള ഏക മാർഗം അതായിരുന്നു ഈ പീരങ്കി വെടിവെച്ച. കാലമേറെ കടന്നുപോയി. UAE ആകാശം മുട്ട വളർന്നു. ആധുനികതയിലേക്കുള്ള ഈ വളർച്ചയ്ക്കിടയിലും പക്ഷേ ഈ നാട്ടുകാർ തങ്ങളുടെ ഇന്നലകളെക്കുറിച്ചും പൈതൃകത്തെക്കുറിച്ചും മറന്നില്ല. പരിശുദ്ധ റമദാൻ മാസത്തിൽ എല്ലാ ദിവസവും ഇഫ്താർ സമയങ്ങളിൽ UAEയുടെ വിവിധ ഭാഗങ്ങളിൽ ഈ പീരങ്കി ശബ്ദം ഇന്നും മുഴങ്ങും. ഇത്തവണ ദുബായിൽ 7 ഇടങ്ങളിലാണ് പീരങ്കികൾ മുഴങ്ങുക. മൊബൈൽ പീരങ്കിയും ഇത്തവണ ദുബായ് പോലീസ് രംഗത്തിറക്കിയിട്ടുണ്ട്. ഷാർജയിൽ 5 ഇടങ്ങളിലാണ് ഇത്തരത്തിൽ റമദാൻ പീരങ്കി മുഴങ്ങുന്നത്. എക്സ്പോ 2020 വേദിയാണിത്. ഇപ്പോൾ ഈ സ്ഥലത്തിന് പേര് എക്സ്പോ സിറ്റി എന്നാണ്. കാലാവസ്ഥാ ഉച്ചകോടി അടക്കമുള്ള ലോക മഹാസമ്മേളനങ്ങൾക്ക് വേദിയാകുന്ന സ്ഥലം. ഇവിടെയും ഇത്തരത്തിൽ ഇഫ്താർ പീരങ്കികൾ മുഴങ്ങും. തങ്ങളുടെ പൈതൃകം ലോകത്തിന് മുന്നിൽ അഭിമാനത്തോടുകൂടി കാഴ്ചവെക്കുകയാണ് UAE. പെരുന്നാൾ ദിവസം വരെ ഇത്തരത്തിൽ പൈതൃകത്തിന്റെ മനോഹാരിത പങ്കിട്ട ശേഷമേ ഈ പീരങ്കികൾ നിശബ്ദമാവുകയുള്ളൂ. ദുബായിൽ നിന്നും ശരത് ചെറുകുന്നിനൊപ്പം അരുൺ പാറാട്ട്, 24. ഇന്ത്യൻ അസോസിയേഷൻ ഷാർജയുടെ 12ാമത് റമദാൻ വോളിബോൾ ചാമ്പ്യൻഷിപ്പ് ഷാർജ ഇന്ത്യൻ സ്കൂൾ ഗുബൈബയിൽ ആരംഭിച്ചു. അസോസിയേഷൻ പ്രസിഡന്റ് നിസാർ തളങ്കര പുതിയ സ്പോർട്സ് കമ്മിറ്റിയുടെയും വോളിബോൾ മത്സരത്തെരിവ് ഉദ്ഘാടനം നിർവഹിച്ചു. ജനറൽ സെക്രട്ടറി ശ്രീ പ്രകാശ് പുറയത്ത് സ്വാഗതവും ട്രഷറർ ഷാജി നന്ദിയും പറഞ്ഞു. ആദ്യ മത്സരത്തിൽ ഷാർജയെ 1-2 സെറ്റുകൾക്ക് പരാജയപ്പെടുത്തി MGCF ഷാർജ ജേതാക്കളായി. 5 ദിവസങ്ങളിലായി നടക്കുന്ന മത്സരങ്ങളിൽ 6 ടീമുകളാണ് മാറ്റുരയ്ക്കുന്നത്. അടുത്ത ശനിയാഴ്ചയാണ് ഫൈനൽ മത്സരം. റിയാദിൽ നടന്ന സൗദി ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് കോൺക്ലേവ് വിദേശ നിക്ഷേപകരുടെ സാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമായി. ഇന്റർനാഷണൽ ബിസിനസ് വീക്കുമായി ചേർന്ന് അറബ് ഡ്രീംസ് മാനേജ്മെന്റ് കൺസൾട്ടൻസ് ആണ് പരിപാടി സംഘടിപ്പിച്ചത്. നിരവധി സംരംഭകർ സൗദിയിൽ നിക്ഷേപം നടത്താൻ താൽപര്യം പ്രകടിപ്പിച്ചതായി അറബ് ഡ്രീംസ് മാനേജ്മെന്റ് അറിയിച്ചു. സൗദിയിലെ നിക്ഷേപ സാധ്യതകളെക്കുറിച്ചും പുതിയ അവസരങ്ങളെക്കുറിച്ചും വിശദമായി ചർച്ച ചെയ്ത വേദിയായിരുന്നു റിയാദിൽ നടന്ന സൗദി ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് കോൺക്ലേവ്. പ്രമുഖ ബിസിനസ് കമ്മ്യൂണിറ്റിയായ IBW അഥവാ ഇന്റർനാഷണൽ ബിസിനസ് വീക്കുമായി ചേർന്ന് സൗദിയിലെ അറബ് ഡ്രീംസ് മാനേജ്മെന്റ് കൺസൾട്ടന്റാണ് കോൺക്ലേവ് സംഘടിപ്പിച്ചത്. അമേരിക്ക, സിംഗപ്പൂർ, ഹോങ്കോങ്, ചൈന, മലേഷ്യ തുടങ്ങി 12 രാജ്യങ്ങളിൽ നിന്നുള്ള സംരംഭകർ പരിപാടിയിൽ പങ്കെടുത്തു. വിവിധ മേഖലകളിൽ സൗദിയിൽ നിക്ഷേപം നടത്താൻ കോൺക്ലേവിൽ പങ്കെടുത്ത സംരംഭകർ താൽപര്യം പ്രകടിപ്പിച്ചതായി അറബ് ഡ്രീം CEO മുനീർ മുസ്തഫ, ജനറൽ മാനേജർ അമീർ മുസ്തഫ എന്നിവർ പറഞ്ഞു. സൗദി ബിസിനസ് കോൺക്ലേവിൽ പങ്കെടുത്ത ഫോറിൻ എന്റർപ്രണേഴ്സ് പല മേഖലകളിലായി ഹ്യൂജ് എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യം പ്രകടിപ്പിച്ചത് ഈ പ്രോഗ്രാമിന്റെ വിജയമായി കാണുന്നു. വനിതാ സംരംഭകരുടെ സാന്നിധ്യം കോൺക്ലേവിൽ പ്രത്യേകം ശ്രദ്ധിക്കപ്പെട്ടു. എഞ്ചിനീയറിംഗ്, ഇന്നൊവേഷൻ സംബന്ധമായ പാനൽ ഡിസ്കഷനിൽ കമ്പനി ഉടമകളും CEOമാരും പങ്കെടുത്തു. IBW ഡയറക്ടർ വിനീത് നമ്പ്യാർ ചർച്ച നിയന്ത്രിച്ചു. അറബ് ഡ്രീംസ് ചെയർമാൻ സൽമാൻ ഗാംദിയുടെ അധ്യക്ഷതയിലാണ് കോൺക്ലേവ് നടന്നത്. സൗദിയിലെ മെഗാ പദ്ധതികൾ, പുതിയ മാറ്റങ്ങൾ, ബിസിനസ് സാധ്യതകൾ തുടങ്ങിയവ കോൺക്ലേവ് വിശദമായി ചർച്ച ചെയ്തു. ജലീൽ കണമകലം, 24, ജിദ്ദ. തിരികെ വാർത്തയിലേക്ക്. ഇടുക്കി മാങ്കുളം ആനക്കുളത്തിന് സമീപം ട്രാവലർ താഴ്ചയിലേക്ക് മറിഞ്ഞ് 4 പേർ മരിച്ചു. പരുക്കേറ്റ 10 പേർ ചികിത്സയിലാണ്. തമിഴ്നാട്ടിൽ നിന്നുള്ള വിനോദസഞ്ചാരികൾ സഞ്ചരിച്ച വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്.
വൈകിട്ട് 5 മണിയോടെയായിരുന്നു അപകടം. തമിഴ്നാട്ടിൽ നിന്ന് 14 പേരുമായി എത്തിയ ട്രാവലർ 50 അടി താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു. മാങ്കുളത്തിനും ആനക്കുളത്തിനുമിടയിലുള്ള പേമരം വളവിൽ വെച്ച് നിയന്ത്രണം വിട്ട് വാഹനം മറിയുകയായിരുന്നു. അപകടത്തിന് പിന്നാലെ നാട്ടുകാർ രക്ഷാപ്രവർത്തനം നടത്തി. പരുക്കേറ്റവരെ അടിമാലി താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിച്ചു. ചിന്നമന്നൂർ സ്വദേശി ഗുണശേഖരൻ, തേനി സ്വദേശികളായ അഭിനവ്, ശരണ്യ ദമ്പതികളുടെ 1 വയസ്സുള്ള മകൻ തൻവിക്, ഈറോഡ് വിശാഖ മെറ്റലുടമ PK സേതു, തേനി സ്വദേശി അവിനാഷ് മൂർത്തി എന്നിവരാണ് മരിച്ചത്. ഗുരുതരമായി പരുക്കേറ്റവരെ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. അപകടം പറ്റി ഉടനെ തന്നെ അവിടെ തന്നെ മാങ്കുളത്ത് തന്നെ റെസ്ക്യൂ ഓപ്പറേഷൻ നടത്തി എല്ലാവരെയും അടിമാലി താലൂക്ക് ഹോസ്പിറ്റലിൽ ആക്കിയിട്ടുണ്ട്. അത് ഇവിടെ നിന്ന് വീണ്ടും മോർണിംഗ് സ്റ്റാറിലും മെഡിക്കൽ കോളേജിലും ഒക്കെ ആയിട്ട് പരിക്കേറ്റവരെ കൊണ്ടുപോയിരിക്കുകയാണ്. കാഷ്വാലിറ്റി ആയവരെ ഇവിടെ തന്നെയാണ്. ചികിത്സ തക്ക സമയത്ത് തന്നെ കൊടുക്കുന്നുണ്ട്. തിരുനെൽവേലിയിലെ സ്വകാര്യ കമ്പനിയിലെ ജീവനക്കാരും ബന്ധുക്കളുമാണ് വാഹനത്തിലുണ്ടായിരുന്നത്. ഇവരുടെ പേരുവിവരങ്ങൾ പോലീസ് ശേഖരിക്കുകയാണ്. പേമരം വളവിൽ ഇതിനു മുൻപും അപകടങ്ങളുണ്ടായിട്ടുണ്ട്. മതിയായ സുരക്ഷാ സംവിധാനങ്ങൾ ഇല്ലാത്തതാണ് അപകടത്തിന് കാരണമെന്നാണ് നാട്ടുകാരുടെ ആരോപണം. 24 ഇടുക്കി. പൗരത്വ ഭേദഗതി നിയമത്തിന് ഇടക്കാല സ്റ്റേ ഇല്ല. നിയമത്തിനെതിരായ ഹർജികളിൽ മറുപടി നൽകാൻ കേന്ദ്രത്തിന് 3 ആഴ്ചത്തെ സമയം സുപ്രീംകോടതി അനുവദിച്ചു. ഹർജികൾ അടുത്ത മാസം 9 വീണ്ടും പരിഗണിക്കും. 4 വർഷം മുൻപ് പാസാക്കിയ നിയമത്തിന്റെ ചട്ടങ്ങൾ തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ വിജ്ഞാപനം ചെയ്തത് സദുദ്ദേശത്തോടെ അല്ലെന്ന് ഹർജിക്കാർ വാദിച്ചു. കേസ് വീണ്ടും പരിഗണിക്കുന്നതിനുള്ളിൽ പൗരത്വം നൽകുന്ന നടപടി ആരംഭിച്ചാൽ കോടതിയെ സമീപിക്കാമെന്ന് ചീഫ് ജസ്റ്റിസ് ഹർജിക്കാരെ അറിയിച്ചു. പൗരത്വ ഭേദഗതി നിയമത്തിന്റെയോ അനുബന്ധമായി പുറപ്പെടുവിച്ച ചട്ടത്തിന്റെയോ സാധുതാ പരിശോധനയിലേക്ക് സുപ്രീംകോടതി ഇന്ന് കടന്നില്ല. കേസ് പരിഗണിച്ചപ്പോൾ തന്നെ പൗരത്വ ഭേദഗതി ചട്ടങ്ങൾ സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട അപേക്ഷകളിൽ മറുപടി അറിയിക്കാൻ സാവകാശം വേണമെന്ന് കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടു. ഇപ്പോൾ സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന അപേക്ഷകൾക്ക് പിന്നിൽ നിക്ഷിപ്ത താൽപര്യമുള്ളതാണ്. പൗരത്വ നിയമമോ ചട്ടമോ ഒരാൾക്കും പൗരത്വം നിഷേധിക്കാനോ ഏതെങ്കിലും മതവിഭാഗത്തെ ഒറ്റപ്പെടുത്താനോ അല്ല. നടപടികളും സംവിധാനങ്ങളും പൂർത്തിയാകാൻ 3 മാസമെങ്കിലും വേണ്ടിവരുമെന്നും സോളിസിറ്റർ ജനറൽ വ്യക്തമാക്കി. കേന്ദ്ര നിലപാടിനെ ശക്തമായാണ് എതിർപക്ഷം ഗണ്ണിച്ചത്. ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളെ ഈ നിയമം ലംഘിക്കുന്നു. ഒരു മതവിഭാഗത്തിലെ ജനങ്ങളെ മുഴുവൻ സംശയത്തിന്റെ നിഴലിൽ നിർത്തുകയാണ്. നിയമം പാസായി 4 വർഷവും 4 മാസവും കഴിഞ്ഞാണ് ചട്ടങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത്. തെരഞ്ഞെടുപ്പിന് തൊട്ടുപിന്നാലെ ചട്ടങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതിൽ അസ്വാഭാവികത കാണാമെന്നും ഹർജിക്കാർ വാദിച്ചു. അപേക്ഷകളിൽ നോട്ടീസ് പുറപ്പെടുവിച്ച കോടതി അടിയന്തര ഇടക്കാല സ്റ്റേയ്ക്ക് തയ്യാറായില്ല. ഇക്കാലയളവിൽ പൗരത്വം അനുവദിക്കപ്പെട്ടാൽ കോടതികളെ സമീപിക്കാനുള്ള സാധ്യത മുന്നിലുണ്ടെന്നും കോടതി വിലയിരുത്തി. ഈ മറുപടി നൽകുന്നതും അടുത്ത പ്രാവശ്യം കോടതിയിൽ കേസ് വരുന്നതിനിടയിൽ ആർക്കും പൗരത്വം നൽകരുത് എന്നുള്ളതായിരുന്നു ലീഗിന്റെ ആവശ്യം. ആ ആവശ്യം കോടതി ഇൻഡയറക്റ്റ് ആയിട്ടെങ്കിലും അംഗീകരിച്ചു എന്ന് തന്നെ വേണം നമുക്ക് കരുതാൻ. 3 ആഴ്ച സാവകാശമാണ് മറുപടി നൽകാൻ കേന്ദ്രത്തിന് നൽകിയിട്ടുള്ളത്. മുസ്ലിം ലീഗിന് പുറമെ ഡിവൈഎഫ്ഐ, രമേശ് ചെന്നിത്തല, കേരള സർക്കാർ എന്നിവരുടെ അടക്കമുള്ള ഹർജികൾ ഇനി ഏപ്രിൽ 9 സുപ്രീംകോടതി പരിഗണിക്കും. ആർ രാധാകൃഷ്ണൻ, 24, ഡൽഹി. മാധ്യമപ്രവർത്തകർക്ക് തപാൽ വോട്ട് സൗകര്യം ഏർപ്പെടുത്തി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. മാധ്യമപ്രവർത്തകരെ അവശ്യ സേവന വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയാണ് കമ്മീഷന്റെ നടപടി. സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർക്കാണ് ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകിയത്. മെട്രോ, റെയിൽവേ, ആരോഗ്യ സംരക്ഷണം തുടങ്ങിയ അവശ്യ സേവനങ്ങളുടെ ഭാഗമായവർക്കും പോസ്റ്റൽ ബാലറ്റുകൾ ഉപയോഗിച്ച് വോട്ട് ചെയ്യാം. ഫോക്കസ് പൂർണ്ണമാവുകയാണ്. നമസ്കാരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.